ഒഡീഷ മുഖ്യമന്ത്രിയായിട്ടുള്ള മോഹൻ ചരൺ മാഞ്ചിയുടെ രാജിയിലേക്ക് നീങ്ങുന്ന സാധ്യതകൾ വഴിയൊരുങ്ങുകയാണ്. ഒഡീഷയിലെ പ്രതിപക്ഷ MLA-മാർ ധർമ്മേന്ദ്ര പ്രധാനെ കാണുകയും ധർമ്മേന്ദ്ര പ്രധാനുമായി ഒരു ലോങ് ഡിസ്കഷൻ നടക്കുകയും ചെയ്തതായി ചില റിപ്പോർട്ടുകൾ വരികയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ BJD-യുമായും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ സംബൽപൂരിലെ MP-യാണ് അദ്ദേഹം. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് തൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നുവെന്നാണ്. വാസ്തവത്തിൽ BJP തന്നെ ബലിയാടാക്കുകയായിരുന്നുവെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. അതായത് തന്നെ മാത്രം ടാർഗറ്റ് ചെയ്തു. BJP നേതൃത്വം തനിക്ക് യാതൊരുവിധ നീതിയും തന്നില്ല. പെരുങ്കള്ളന്മാരായിട്ടുള്ള പല നേതാക്കളും ഇപ്പോഴും മന്ത്രിപദത്തിലിരിക്കുകയാണ്. അവർ ജനകീയരല്ല. അവർ ജനദ്രോഹപരമായിട്ടുള്ള പല നടപടികളും ചെയ്യുന്നു. എന്നാൽ തന്നെ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു എന്ന വലിയ ചോദ്യം അവിടെ ഉയരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ നടക്കുകയാണെങ്കിൽ BJP ഒരിക്കലും അധികാരത്തിൽ വരില്ല. കാരണം അവിടെ വിമത നീക്കം അതിശക്തമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനെ പരിഗണിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തിയായി ആർജിച്ചു വരികയാണ്. കോൺഗ്രസ് നേതൃത്വം BJP-ക്കുള്ളിലെ പടലപ്പിണക്കം എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള രാഷ്ട്രീയപരമായ പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിജയിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ്. കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 14 MLA-മാരെ ഉള്ളൂ എങ്കിൽ പോലും ആ 14 MLA-മാർ വിചാരിച്ചാൽ ചെയ്യാവുന്ന നിരവധിയായ കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമതായി നവീൻ പട്നായിക്കിനെ വിശ്വാസത്തിലെടുത്ത് ബിജു ജനതാദളിനെ ഒപ്പം കൂട്ടി ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക. പ്രതിപക്ഷത്തിൻ്റെ റോളെന്ന് പറയുന്നത് ഭരണപക്ഷത്തെ പരമാവധി ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. അതായത് നിലവിലെ സർക്കാരിനെ തള്ളിയിടുക. കള്ളത്തരത്തിലൂടെയും അട്ടിമറിയിലൂടെയും അധികാരത്തിലെത്തിയ BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലല്ല. ശരിയായിട്ടുള്ള ഒരു സ്പേസിൽ അല്ല അവർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. അതിൽ ധർമ്മേന്ദ്ര പ്രധാനും വലിയ രീതിയിൽ മാനസികമായി പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് മടുത്തിരിക്കുകയാണ്. BJP നേതൃത്വം കളിക്കുന്ന ഈ ഡബിൾ സ്റ്റാൻഡ് അദ്ദേഹത്തിന് ഒട്ടും ദഹിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രതാപ് ചന്ദ്ര സാരംഗി അടക്കമുള്ള സംഘപരിവാറിന്റെ വലിയ നേതാക്കൾ പലരും ഇപ്പോഴത്തെ ദേശീയ നേതൃത്വത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ താൽപ്പര്യമാണ്. അവരെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുമോ എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പലരും ബിജു ജനതാദളിൽ നിന്നും പ്രധാനെ വിശ്വസിച്ച് BJP-യിലേക്ക് വന്നവരാണ്. അവർ ഉൾപ്പെടെ പറയുന്നു വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭം ഒഡീഷയിൽ നടക്കും. മോഹൻ ചരൺ മാഞ്ചി രാജിവെക്കേണ്ടി വരും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്.